അടുത്ത ക്ഷാമബത്ത വർധനവ് 2026 സെപ്റ്റംബർ അവസാനത്തോടെയോ ഒക്ടോബർ ആദ്യവാരത്തിലോ കേന്ദ്ര ക്യാബിനറ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കും. 2026 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഇത് അനുവദിക്കുക. ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം DA വർധനവ് നൽകുമ്പോൾ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലെ കുടിശ്ശിക തുക ഒരുമിച്ച് അക്കൗണ്ടിലെത്തും. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അടുത്ത ക്ഷാമബത്ത വർധനവ് 2026 സെപ്റ്റംബർ അവസാനത്തോടെയോ ഒക്ടോബർ ആദ്യവാരത്തിലോ കേന്ദ്ര ക്യാബിനറ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം. 2026 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് DA അനുവദിക്കുക. ജൂൺ മാസത്തെ പണപ്പെരുപ്പ സൂചിക പ്രകാരം ഇത്തവണ 3% വർധനവാണ് കണക്കാക്കുന്നത്. നിലവിലെ 60% നിന്ന് DA 63% ഉയരും. 8ാം ശമ്പള കമ്മീഷൻ പൂർണ്ണമായി നടപ്പിലാക്കുന്നതുവരെ നിലവിലുള്ള 7ാം ശമ്പള കമ്മീഷൻ ചട്ടപ്രകാരം തന്നെയാണ് വർഷത്തിൽ 2 തവണ DA പുതുക്കുന്നത്. അതായത് ജനുവരി മാസത്തിലും ജൂലൈ മാസത്തിലും. കമ്മീഷന്റെ അന്തിമ റിപ്പോർട്ട് വന്നതിന് ശേഷം അടിസ്ഥാന ശമ്പളം പുതുക്കി നിശ്ചയിക്കുമ്പോൾ നിലവിലെ DA നിരക്ക് 0% പുനഃക്രമീകരിക്കപ്പെടും. ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം DA വർധനവ് നൽകുമ്പോൾ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലെ കുടിശ്ശിക തുക ഒരുമിച്ച് അക്കൗണ്ടിലെത്തും. 7ാം ശമ്പള കമ്മീഷൻ ചട്ടപ്രകാരം ഉപഭോക്തൃവില സൂചികയുടെ കഴിഞ്ഞ 12 മാസത്തെ ശരാശരി അടിസ്ഥാനമാക്കിയാണ് DA ശതമാനം നിശ്ചയിക്കുന്നത്. മുമ്പ് DA 50% കടക്കുമ്പോൾ അത് അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുമെന്ന ചർച്ചകൾ ഉണ്ടായിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ച പശ്ചാത്തലത്തിൽ DA നിരക്ക് നിലവിലെ രീതിയിൽ തന്നെ തുടരും. 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ച സാഹചര്യത്തിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ 2.57 നിന്ന് 3.68 വരെയായി ഉയർത്താൻ ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ നിലവിലെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപയിൽ നിന്നും 26,000 മുതൽ 34,400 രൂപ വരെയായി വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.